റോഡാണിത്. ഓരോ മെമ്പർമാരുണ്ടായിട്ട് ഇവിടെ എന്താ കാര്യം? വെയില് ഇന്നാളെ ഞങ്ങൾ പറഞ്ഞ എന്താ അറിയോ, വെയില് 2 ദിവസം വെയിലുണ്ടായാൽ ശരിയായി തരാന്നാ. ഒരു 10 ദിവസം വെയിലുണ്ടായിരുന്നു. മനുഷ്യനാകണം മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. എത്ര കാലമായി ഇങ്ങനെ കടത്തിലോടിക്കുന്നത്? എന്താ അതിന് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ ആരോടെ പരാതിപ്പെടുന്നത്, ആരോടെ പറയേണ്ടത്? അതിന് മറുപടിയിൽ കിട്ടിയാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആരോട് പറയും? ആരും ചോദിക്കാനും ഇല്ല, ആരും പറയാനും ഇല്ല, ഒന്നുമില്ല. തോന്നിയ മാതിരി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ആരോട് പറയും? അല്ലെങ്കിൽ മനുഷ്യനാകണം മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ. ഒറ്റ പോക്കാണ്. റോഡ് പോക്ക് തുടങ്ങിയുള്ള വണ്ടിക്ക് കണ്ടമാനം കേട് വന്നിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ മിക്കവാറും ആൾക്കാരെല്ലാം റോഡിനെ പറ്റി കുറ്റമാണ്. റോഡിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല, യാത്രക്കാർ പോകാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. മറ്റേ പോക്കാണ്. ഞങ്ങളെല്ലാം കൂടെ യൂണിയൻ കൂടിയിട്ട് ആ റോഡൊന്ന് ബ്ലോക്ക് വിചാരിച്ചപ്പോൾ പോണ വണ്ടികളെല്ലാം കംപ്ലൈൻറ്റ്, എല്ലാം കേട് വന്ന് വണ്ടി കേട് നിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആ റോഡ് നന്നാക്കാനുള്ള സംവിധാനം ഉണ്ട്. ആ റോഡ് പുറത്ത് പണി കഴിഞ്ഞല്ലേ? ആ റോഡ് ഇപ്പോൾ അടുത്ത് പണി കഴിഞ്ഞാണ്. ഒരു 4-5 മാസം മുന്നേ പണി കഴിഞ്ഞ റോഡാണത്. അത് വേണ്ടത്ര സുരക്ഷിതമായ പണിയെടുത്തിരിക്കുന്നത്. അതിനെ പറ്റി തക്കാല നടപടി ഉണ്ടാക്കണം. വളരെ മോശം, അത് നല്ലതാണ്. നമുക്ക് വളരെ മോശപ്പെട്ട റോഡായിട്ടൊന്നല്ലേ പറയാൻ പറ്റുള്ളൂ, നല്ല റോഡായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മാസം ഒരു പണിയെടുത്തിട്ട് 2 മാസം മുഴിച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ അത് ഓരോ ഭാഗം പൊളിഞ്ഞ് തമർന്ന് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു റോഡ് പണിയാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കള്ളപ്പണി തന്നെയാണ്. ആ മെമ്പറും അവിടെ കോൺട്രാക്ടറും കൂടെ ഒത്തു കളിച്ചൊരു കളിയാണത്, വേറെ ഒന്നുമല്ല. അത് അല്ല, നല്ലതായിട്ടുള്ള ഒരു കളിയല്ല ഇപ്പോൾ ഈ കളിച്ചത്. അതിനോട് ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചപ്പം പറഞ്ഞ് ഒരു 2 ദിവസം കൂടെ ശരിയാക്കി തരാം. പിന്നെ ഞങ്ങൾ അവനെ പോയി കണ്ടപ്പോൾ പോകുമ്പോൾ പറഞ്ഞത് എന്താണ്, 2 ദിവസം കൊണ്ട്. അപ്പോഴും പറഞ്ഞത് ഒക്കെ 2 ദിവസമേ ഉള്ളൂ എനിക്ക്. ലെവലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. തീരെ ലെവലില്ല, അത്രേ ഉള്ളൂ. മെമ്പറെല്ലാം തന്നെ ഇപ്പോൾ എൻ്റെ പറയാം 10 കൊല്ലം ചിലവാക്കിയ പൈസ ഉണ്ടെങ്കിൽ അത് കോൺക്രീറ്റ് ഇവിടുന്ന് തൊട്ട് അന്മാക്കാവ് വരെ സുഖമായിട്ട് കോൺക്രീറ്റ് ചെയ്യുമായിരുന്നു. നല്ലൊരു കാര്യം എന്നത്. കാരണം ഇവർക്കൊക്കെ ആലോചിക്കാനുള്ളൂ. അവിടെ ഭരിക്കുന്നതിപ്പോൾ ആ വാർഡ് ഭരിക്കുന്നതൊക്കെ കൂടുതലും CPM ആയിരിക്കും. എന്നിട്ടാണ് ഈ കാട്ടി കൊടുക്കുന്നതൊക്കെ. എന്താണ് ഓർക്കൊരു പേപ്പർ കൊടുത്തത്? ഇവിടെ ഡ്രൈവർമാരെല്ലാവരും കൂടെ മെമ്പർക്ക് ഗ്രാമസഭയിൽ അത് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് റെഡിയാക്കി തരാം. 4 മാസം കൊണ്ടാണ് റോഡ് പറ്റ മോശമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിനെതിരെ കർശനമായ നടപടി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാൻ. അവസ്ഥ വളരെ ശോചനീയമായിട്ട് അവസ്ഥയാണ് കിടക്കുന്നത്. ഈ ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്ക് പോകണം മുഴുവൻ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഗൂഗിൾ മാപ്പിൽ കാണുന്ന റോഡ് ഇതാണ്. പക്ഷേ ഈ റോഡിലൂടെ 4 വീലർ തീരെ പോകാൻ പറ്റും. 4 മാസത്തിൽ പണി പോയി കഴിഞ്ഞാൽ 2 ഭാഗത്തും ഭയങ്കര ബ്ലോക്ക്. 4 മാസത്തിൽ പണിഞ്ഞിട്ട് റോഡ് 4-5 മാസമായി റോഡ് പണിയിച്ചിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് പോണ യാത്രക്കാരനാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്കൂളുകൾക്ക് കുട്ടികളെ കൊണ്ടുപോകാനോ മദ്രസയിൽ സ്കൂൾ കൊണ്ടുപോകാനോ ഒന്നും പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിന് അടിയന്തരമായിട്ടൊരു നടപടി നിങ്ങൾ എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതാ പറഞ്ഞത്, ഇതിപ്പോൾ വണ്ടി ഉണ്ടാകുന്നു, വണ്ടി ഓടിച്ചിട്ട് തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാറണം. മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം.